യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ദേഷ്യം ഒരു സൈക്കിൾ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ടാറ്റാ. അങ്ങനെ നമ്മൾ അതാണ്ട് ദേഷ്യൂട്ടുന്ന ഒരു സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം കൊട്ടിയെത്താറായി. കാരണം എൻ്റെ അച്ഛനാണ് കേട്ടോ സൈക്കിൾ വാങ്ങിക്കാൻ ക്യാഷൊക്കെ തരുന്നത്. കാരണം അച്ഛൻ എപ്പോഴും പറയും ഒരു സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കണം. കാരണം അവന് ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും അച്ഛന് ഭയങ്കര നിർബന്ധമാണ്. കാരണം അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ടോയ്സ് വാങ്ങിച്ച് കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ കൊട്ടിയം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പ് ഞങ്ങൾ ഏറ്റവും കൂടുതലും ഈ ഷോപ്പിൽ നിന്നാണ് ദക്ഷിണ ഡ്രസ്സുകളാണെങ്കിലും അവൻ്റെ ടോയ്സുകളാണെങ്കിലും അവൻ്റെ എല്ലാ കാര്യവും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഈ വൺ സ്റ്റോപ്പ് ബേബി ഷോപ്പിൽ നിന്നാണ് കേട്ടോ. കാരണം അത്യാവശ്യം ഞങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തരാറുണ്ട്. കാരണം ഞങ്ങളടുത്ത് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു. ഞാൻ ഈ സൈക്കിൾ മുന്നേ കണ്ടുവച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു. കാരണം അച്ഛൻ ഞാനൊരു സൈക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല സൈക്കിൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് പിന്നെ അത് വാങ്ങിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ താണ്ടെ സെലക്ട് ചെയ്ത് വെച്ച സൈക്കിളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സൈക്കിൾ. കാരണം അവിടെ വേറെയും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഏട്ടന് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ ഇതിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ സൈക്കിൾ മാത്രമല്ല കേട്ടോ അവിടെ ഒരുപാട് ടോയ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ കൊട്ടിയത്ത് താമസിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വിലയ്ക്കനുസരിച്ചും ഒക്കെ നമുക്ക് നല്ല നല്ല ടോയ്സുകൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊക്കെ നോക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയൊക്കെ നോക്കുവാണ് കേട്ടോ. ടയറിനൊക്കെ വല്ല കുഴപ്പമൊക്കെ ഉണ്ടോ, ഇനിയിപ്പോൾ നമ്മളിത് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരണ്ടല്ലോ, പിന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ലല്ലോ, പാടല്ലേ. അങ്ങനെ അവിടെ വേറെയും കുറേ ടോയ്സുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ ഏപ്രിലാണ് മോൻ ഇവിടെ നിന്നാണ് ഒരു ജീപ്പ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് കേട്ടോ. അതില്ലാണ്ട് ഈ ജീപ്പാണ് കേട്ടോ. ഈ സെയിം സാധനമാണ് ഞങ്ങൾ അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ എനിക്ക് അവിടെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനോ, കാരണം അവന് ഈ ഓണത്തിനാണ് നമ്മൾ കുറേയധികം സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങിയത്. അതുകൊണ്ട് ഏട്ടൻ ഇതുവല്ലം എടുത്ത് തന്നെ കൊല്ലും. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലൊന്നും തൊടാനേ പോയില്ല. പിന്നെ എന്നാലും ജസ്റ്റ് നോക്കുന്നതിന് നമുക്ക് ആരുടെയും പെർമിഷനൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഞാൻ താണ്ടെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ എന്തായാലും വന്നേല്ലേ, നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറേ പാവകളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാവകൾ കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ പാവകളൊന്നും അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതാണ്ട് സ്പൈഡർമാൻ്റെ ഒരു പാവയുണ്ടായിരുന്നു, പിന്നെ ഒരു എലിഫൻറ്റിൻ്റെ പാവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അവനൊന്ന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ അത്രയും പൊക്കമുള്ളൊരു ഭാവിയാണ്. ഞാൻ അതിനെ അപ്പോഴേ എടുത്ത് ഒക്കത്ത് വെച്ചു. കാരണം ഒരു കുട്ടിയെ എടുത്ത് വെക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാനൊക്കെ ആണെങ്കിലും കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മത്സ്യകന്യകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഈ മത്സ്യകന്യക എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ ടോയ്സ് പർച്ചേസ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് ഇത്രയും കളക്ഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞൊരാനുകുട്ടി. പക്ഷേ എനിക്കത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടൻ പറഞ്ഞു വേണ്ടെന്ന് പിന്നെ ഒരു ദിവസത്തേക്ക് വാങ്ങിക്കാമെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അത് അങ്ങ് തിരിച്ച് അവിടെ വെച്ചു. പിന്നെ അതിനുശേഷം നാട്ടെ കുഞ്ഞു ജീപ്പുകളുടെ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയതാണ്ട് ഒരു ബാത്തിങ് ടബിലേക്കാണ്. കാരണം ബാത്തിങ് ടബിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവനില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ബാത്തിങ് ടബിൽ കുളിപ്പിച്ചിട്ടുമില്ല ഇവനെ. നമ്മൾ പണ്ടത്തിൽ ആചാരം പോലെ പാളയിലൊക്കെ ഇരുത്തിയാണ് പണ്ട് ഇവനെ കുഞ്ഞിലേക്ക് കുളിപ്പിച്ചിരുന്നത്. ജസ്റ്റ് കണ്ടപ്പം ഒന്ന് എടുക്കാൻ ഒരു കൊതി. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ ചെന്ന് ഡ്രസ്സിൻ്റെ സൈഡിലോട്ടാട്ടോ. അപ്പോൾ അവിടെ നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടും മുണ്ടും ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ദക്ഷിണ ഞങ്ങൾ ഓണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുർത്തി ഞങ്ങൾ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാനും നിന്നില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയത് അല്ലാതുള്ള പാക്കിങ്ങിലായിട്ടുള്ള കാറിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളിത് റേറ്റ് കൊടുത്ത് വാങ്ങിച്ചാൽ ഇവൻ ഒരു ദിവസത്തേക്കുള്ളത് തല്ലിപ്പൊട്ടിച്ച് കളയും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതൊന്നും നോക്കാഞ്ഞത്. പിന്നെ ഞാൻ പോയത് വീണ്ടും ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ. ആൺകുട്ടികളായ അമ്മമാരുള്ളവർക്കെല്ലാം പെൺകുട്ടികളുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടി വേണമെന്ന് അറിഞ്ഞു കേട്ടോ ആഗ്രഹം. പക്ഷേ എന്നാലും എൻ്റെ ദക്ഷിണ കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു പെൺകുട്ടിയെക്കാട്ടി സ്നേഹവും കരുതലൊക്കെയാണ് എനിക്ക് അവൻ്റെ അടുത്ത് കേട്ടോ. എനിക്ക് ഒരിക്കലും അവനൊരു ഞാൻ സത്യം പറഞ്ഞാൽ പെൺകുട്ടികളെക്കാട്ടുള്ള കോലങ്ങളെല്ലാം അവന് കെട്ടിക്കും. മുടിയൊക്കെ ഞാൻ ഇപ്പോഴും അവന് വളർത്തി അതൊക്കെ കെട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കൊരു ബാഗി പാൻറ്റ് അവന് വാങ്ങിച്ചായിരുന്നു. പിന്നെ അതിനൊരു ടീഷർട്ട് നോക്കാനായിട്ട് പോയത്. പക്ഷേ എന്തോ കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കി. കാരണം പിന്നെ ഞാൻ ജീപ്പിൻ്റെ അടുത്ത് എത്തി കേട്ടോ. കാരണം അതിലൊരു ജീപ്പിനകത്തൊരു പാവക്കുട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നും അവനിപ്പോൾ ഇല്ല. ഓൾറെഡി ഇത്രയും ടോയ്സ് തന്നെ ഉണ്ട്.
ആ കാറ് തന്നെ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത് അത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുവാണ്. പിന്നെ ഞങ്ങൾ താണ്ടെ പുറത്തുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ താണ്ടെ ദക്ഷിൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ദക്ഷിന് നമ്മൾ സർപ്രൈസായിട്ട് നമ്മൾ കൊടുക്കുക. ദക്ഷിനാണെങ്കിൽ ചുണ്ടിൽ കുറേ ലിപ്സ്റ്റിക്ക് അതും ഇതൊക്കെ തേച്ച് കോളായി നിൽക്കുകയാണ് കേട്ടോ. താണ്ടെ സൈക്കിൾ കണ്ടപ്പോഴത്തേക്ക് അവന് ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ഓണമായിട്ട് വീട്ടിൽ റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ചേച്ചിമാരും ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയുടെ മക്കളും ഒക്കെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ചതയാഘോഷം ആഘോഷിക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ. അതിനിടയ്ക്കാണ് ഞാനൊന്ന് സൈക്കിൾ വാങ്ങിക്കാനായിട്ട് ഒന്ന് പോയത് കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടും കേട്ടോ. ദക്ഷിണ എന്തോ കാല് ചെറുതായിട്ട് എത്തത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ, സീ യു.